Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ചുള്ള കുക്കിംഗ് വീഡിയോ ആണ്. ഡോറയാക്കി എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും അറിയുണ്ടാവും. ഡോറേമോൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ അത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും നമ്മൾ തനിയെ എടുക്കണം. തനിയെ എടുത്തിട്ട് ഇതേപോലെ ക്രീം തനിയാക്കി എടുക്കുക, ബിസ്ക്കറ്റ് തനിയാക്കി എടുക്കുക. ഞാൻ ബിസ്ക്കറ്റും ക്രീമും തനിയെ എടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റിനെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്താനുണ്ട് ഇതിലേക്ക്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് പിന്നെ നമ്മളിത് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് ലിക്വിഡ് ആക്കുന്നതിന് വേണ്ടി പാലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇടയിൽ ഒഴിച്ച് ബാറ്റർ കറക്റ്റ് ആവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത് ചേർക്കാനുള്ളത് ഒരു മുട്ടയാണ്. ആ മുട്ട ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ആ ബാറ്ററായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ആ പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചതാണ്. അത് 2 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ പഞ്ചസാര ചേർത്തി കൊടുക്കാം. അത് പഞ്ചസാര എല്ലാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം നമുക്ക് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മുട്ട എല്ലാം ചേർത്തല്ല, അപ്പോൾ ഒരല്പം വാനില എസൻസും കൂടി നമ്മൾ ചേർത്തുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തി കൊടുക്കാം. ഏതാനും ഈ ബാറ്ററിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞിരുന്നു പാലാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ കുറേശ്ശായിട്ട് പാലൊഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് പാലൊഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ചൂടുള്ള, ഒരുപാട് ചൂടാവരുത്, ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്കിത് ഈ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്തിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ക്രീമും പിന്നെ അതിലേക്ക് ഒരു അല്പം പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. അത്യാവശ്യം മധുരം എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ആ പഞ്ചസാരയായിട്ട് ഈ ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാൻ ക്രീമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്തിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ക്രീം റെഡി ആയിട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഒരു അല്പം ഓയിലൊഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ സ്പ്രെഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നല്ല ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ബാറ്റർ ഒഴിക്കുക. നമുക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ച് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒന്ന് തിരിച്ചിട്ടും ഒന്ന് കുക്ക് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ നിന്ന് എനിക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓറിയോ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്രീം വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു സ്പോഞ്ച് കേക്ക് എടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീം അതും കൂടി ഇതിൻ്റെ മുകളിൽ സൈഡിലൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റിനെല്ലാം ഉണ്ടാവില്ലേ ക്രീം, അതേപോലെ ചെയ്യാം. ഇതൊരു ജാപ്പനീസ് സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ നമ്മുടെ ഡോറേമോൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഡോറയാക്കി. അപ്പോൾ അത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്താൽ ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക.